ഹലോ എവ്രി വൺ, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ലഞ്ച് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു. അതുകൊണ്ട് ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ കുക്കറിൽ ബീഫെല്ലാം ഇട്ട്, ഇത് 1.5 കിലോ ബീഫുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. അത് നമ്മൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്തു, 2 സ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പം അതിലേക്ക് പച്ചമഞ്ഞളും കൂടി ചേർത്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു യെല്ലോ കളറ്, അത് പച്ചമഞ്ഞളിൻ്റെതാണ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ മൂടി വെക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിയുമ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. ഇത് ഞാൻ പിന്നെ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ റോസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് വലിയ ബർണറിൽ വെച്ച് ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ചെറിയ ബർണറിലോട്ട് മാറ്റി. ഇനി നമുക്കിത് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 7 8 ഒക്കെ വിസിലടിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചിയെല്ലാം വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ഈ മെത്തേഡ് നമുക്ക് എന്ത് സാധനം വേവിക്കാൻ വേണമെങ്കിലും ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. കടല വേവിക്കാനായാലും എല്ലാം ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അഥവാ ഇപ്പം സ്ലോ ഫ്ലെയിമിൽ വെക്കുമ്പം 1-2 വിസിലൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ ഇതിലിപ്പം വിസിലൊന്നും പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എല്ലാം ഇറച്ചിയെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചു. ഇനി ഇതിൻ്റെ മസാലകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി, പിന്നെ തേങ്ങ കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, ചതച്ച മുളക്. ചതച്ച മുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് ചതച്ച മുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ മുന്നോട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ബാക്കി എല്ലാ മസാലകളും ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. പെരിഞ്ചീരകം ഒന്ന് റെഡി ആയപ്പോഴേക്കും ഞാൻ തേങ്ങ അരിഞ്ഞതിട്ടു. ഇനി ഇതൊന്ന് കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ അധികവും ഗ്രേവിയെല്ലാം ഉണ്ടാക്കുമ്പം ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുകളൊക്കെ പരീക്ഷിക്കലുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ബീഫ് കറിക്ക് എനിക്ക് ചതച്ച മുളകിൻ്റെ രുചിയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ മസാലയും ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ബ്രൗൺ നിറാകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗം തന്നെ വഴന്ന് കിട്ടും. മാത്രമല്ല ഉള്ളിയിലും തേങ്ങയിലെല്ലാം ഉപ്പ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ 1.5 കിലോ ബീഫുണ്ട്. അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇതാ ചതച്ച മുളക് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളെ എരിവ് ആലോചിച്ചിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ മസാലയും നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇവിടെ വീണ്ടും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ അതിൽ ബീഫിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും കൂടുതലൊന്നും വേണ്ട. എനിക്ക് ചതച്ച മുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലും വേണ്ടത്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മളെ മസാലക്കൂട്ടിലോട്ട് ബീഫ് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഈ ഗ്രേവീൻ്റെ മസാല എല്ലാം ബീഫിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ബീഫ് ഇവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റേ ഗ്യാസിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഐഡീൻ്റെ റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങിച്ച് വെച്ചിരുന്നു. ഇതിനങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഓയിലിട്ടിട്ട് 2 ഭാഗത്തും ചുട്ടെടുത്താൽ മതി. പിന്നെ ബീഫിൻ്റെ കൂടെ പൊറോട്ട എപ്പോഴും സൂപ്പറാണല്ലോ. പിന്നെ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് കുറച്ച് ലാവിഷാക്കാമെന്ന് വിചാരിച്ചു. ഐഡീൻ്റെ പൊറോട്ട ടേസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എണ്ണയൊക്കെ ഒഴിച്ച് 2 ഭാഗത്തും നല്ലോണം മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് കിട്ടും. പിന്നെ ബീഫിൻ്റെ കൂടെ പറയണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പൊറോട്ട എല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാന് ഞാൻ കുറച്ച് ചൂടാകുന്നതിന് മുന്നേ തന്നെ പൊറോട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് തൊട്ട് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓൾറെഡി ചൂടായിട്ടുണ്ടാവുമല്ലോ.
അപ്പോൾ അതേ നമ്മുടെ പൊറോട്ട ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ബ്രൗൺ നിറമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. പിന്നെ കാര്യം പറഞ്ഞാൽ എപ്പോഴും റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങിക്കഴിക്കുന്നതൊന്നും നല്ലതല്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ കേരള പൊറോട്ടയുടെ റെസിപ്പി ഉണ്ട്, അത് റെഫർ ചെയ്താൽ മതി. ഇതേ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഇന്നത്തെ ബീഫ് കറി, അതായത് ചതച്ച മുളകിട്ട സ്പെഷ്യൽ ബീഫ് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബീഫൊക്കെ വളരെ സോഫ്റ്റാണ്. പിന്നെ ഗ്രേവിയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ആ ചതച്ച മുളകിൻ്റെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.